ഭോപ്പാലിലെ മ്യൂസിയത്തിൽ കേരളത്തിലെ പരമ്പരാഗത വീടുകളുടെ മാതൃകകൾ തീർക്കും. കാസർഗോഡ് നീലേശ്വരത്ത് നിന്നുള്ള കലാകാരന്മാർ വീടുകൾ നിർമ്മിക്കും. ഇതിനായി മെടഞ്ഞ ഓലകളും തെങ്ങിൻ തടികളും പടന്നയിൽ നിന്നും ഭോപ്പാലിലേക്ക് കയറ്റി അയച്ചു. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഭോപ്പാലിലുള്ള നരവംശശാസ്ത്ര മ്യൂസിയമായ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ മാനവ സംഗ്രഹാലയത്തിലാണ് കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടിലുകളും നാലുകെട്ടിന്റെ മാതൃകകളുമാണ് മ്യൂസിയത്തിൽ നിർമ്മിക്കുന്നത്. നീലേശ്വരം എരിക്കുളത്ത് നിന്നുള്ള 10 കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കും. 10,000 മെടഞ്ഞ ഓലകളും ആവശ്യമായ കവുങ്ങിൻ കഴുക്കോലുകളും തയ്യാറാക്കിയത് പടന്ന ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ്. 30ഓളം സ്ത്രീ തൊഴിലാളികളാണ് ഓലമെടയിൽ ജോലി ചെയ്ത് തീർത്തത്. 1 മാസം കൊണ്ടാണ് ആവശ്യമായ മുഴുവൻ ഓലകളും സമാഹരിച്ച് മെടഞ്ഞത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ മാനവ സംഗ്രഹാലയ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടത്തപ്പെടുന്ന സ്ഥിരം എക്സിബിഷൻ ഗ്രൗണ്ടിലേക്ക് പഠന പഞ്ചായത്തിൽ നിന്ന് ഏതാണ്ട് വിവിധ പ്രദേശങ്ങളിലെ 10,000 കണക്കിന് ഓലകൾ കൊണ്ടുണ്ടാക്കിയ 5,000 ഓല മെഡലുകൾ ഇന്നിവിടെ വെച്ച് കൊണ്ടുപോവുകയാണ്. 50-ൽ പരം സ്ത്രീകൾ ശേഖരിച്ചിട്ടുള്ളതാണ് ഈ ഓലകളെല്ലാം. പഠനയെന്ന് പറയുന്നത് കേരള നാട്ടിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സൈറ്റാണ് തെങ്ങിൻ കൃഷിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു കാലത്തെ വരുമാന മാർഗവുമായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഓലകളിൽ നിന്ന് ഭോപ്പാലിൽ നടക്കുന്ന എക്സിബിഷൻ ഗ്രൗണ്ടിൽ മത്സ്യത്തൊഴിലാളികളുടെ കുടിലുകളും അതേപോലെ തന്നെ 4 കെട്ട് മതിലുകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും ഓലകളെല്ലാം ശേഖരിച്ചു കൊണ്ടുപോകുന്നത്. ഇന്ത്യയിലെ മനുഷ്യപരിണാമത്തിന്റെയും സംസ്കാരത്തിന്റെയും കഥകൾ പറയുന്ന മ്യൂസിയം ഭോപ്പാലിലെ ശ്യാമള ഹിൽസിൽ 200 ഏക്കറോളം സ്ഥലത്താണ് പരന്നു കിടക്കുന്നത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.